വിറ്റ്നസ് ചാനലിൻ്റെ നേതാവിനൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും മുതിർന്ന LDF നേതാവും കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗവുമായ ശ്രീ ജോസ് പാനത്തിനാലാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും പൂർണ്ണമായും സംരക്ഷണവും പ്രയോജനവും കിട്ടത്തക്ക രീതിയിൽ ആ നിയമനിർമ്മാണം സമഗ്രമായ ആ നിയമനിർമ്മാണം അതിൻ്റെ ചട്ടങ്ങൾ എല്ലാവർക്കും പ്രയോജനകരമായി അതിൻ്റെ അവസാനഘട്ട മിനുക്കുപണികളിലാണ് ഗവൺമെൻറ്. അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ചട്ടങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആശങ്കകളും പരിഹരിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് LDFൻ്റെ വിശ്വാസം. കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് എടുത്ത അതേ നിലപാട് തന്നെയാണ് ഈ പിണറായി ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ അതിൻ്റെ പ്രയോജനം കിട്ടണം എന്നുള്ളതല്ലാതെ നിയമക്കുരുക്കിലേക്ക് ഇനി ഈ ഒരു കാര്യം പോകരുത് എന്നുള്ളൊരു സദുദ്ദേശമല്ലാതെ ഗവൺമെൻറ്റിന് മുന്നിൽ മറ്റ് യാതൊരു താല്പര്യങ്ങളും ഈ വിഷയത്തിനകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ആ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറയും. അതിനെക്കുറിച്ച് പിന്നെ എന്തിനാണ്? കാരണം ഒരു വകുപ്പ് ഒരു ബില്ല് ഒരു ഭേദഗതി കൊണ്ടുവന്നു, അവരുടെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നു. ആ നിർദ്ദേശത്തെ അത് മുന്നണിക്കും ഗവൺമെന്റിനും സ്വീകാര്യമല്ല എന്ന് മുന്നണിയും ഗവൺമെന്റും അവർ പറയുന്നത് എന്താണെന്നറിയോ? ക്യാബിനറ്റിൽ ഇങ്ങനെ ഒരു ബില്ലിന്റെ കരട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മന്ത്രി റോഷി എന്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് അവർ പറയുന്നൊരു ചോദ്യം. അല്ല, ക്യാബിനറ്റിൽ ആര് എന്ത് നിലപാടെടുത്തു എന്ന് പുറത്തു നിൽക്കുന്ന നമുക്കറിയത്തില്ലല്ലോ. ഒന്ന്, ക്യാബിനറ്റ് രഹസ്യങ്ങൾ എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞ ചെയ്യിച്ച് ക്യാബിനറ്റ് രഹസ്യങ്ങൾ ആരും ഇതുവരെയും പുറത്ത് ഞങ്ങൾ ക്യാബിനറ്റ് കഴിഞ്ഞ് രാവിലെ കൂടുന്ന ക്യാബിനറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നതാണ് ക്യാബിനറ്റിൽ ചർച്ച ചെയ്തെന്ന് ഏതെങ്കിലും മന്ത്രി അല്ല, അങ്ങനെ പറയാൻ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റിയുടെ മുമ്പ് കേരളത്തിന്റെ വിഷയങ്ങൾ സമഗ്രമായി മുഴുവൻ കാര്യങ്ങളും പറഞ്ഞൊരു പുസ്തകമാക്കി അത് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു കാര്യത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി അത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറുന്നു. ഇനി കേരളത്തിൽ നിന്നും പോയിട്ടുള്ള ഏതെങ്കിലും കോൺഗ്രസ് MPമാർ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടോ? മന്ത്രിമാരുണ്ടായിരുന്നു 6-7